ബിഗ് ബോസ് ഷോ എന്തുകൊണ്ടാണ് ഇത്രയേറെ ജനപ്രീതി നേടിയതെന്ന് പലപ്പോഴും ചിന്തിച്ചു പോയിട്ടുണ്ട്. ഞാൻ സത്യത്തിൽ ഈ ഷോ കാണാൻ തുടങ്ങിയത് തന്നെ ഇതിൻ്റെ റിവ്യൂ പോലും ജനങ്ങൾ ഇഷ്ടപ്പെടുന്നു എന്നൊരു ഫാമിലി ഫ്രണ്ട് കൂടിയായ പ്രതീക്ഷ പറഞ്ഞിട്ടാണ്. ബിഗ് ബോസ് ഷോയുടെ ഒരു പ്രത്യേകത, തുടങ്ങുമ്പോൾ കത്തി നിൽക്കുന്നവരായിരിക്കില്ല ചിലപ്പോൾ ഷോ അവസാനിക്കുമ്പോൾ വിജയിക്കുന്നത്. എല്ലാ തന്ത്രങ്ങളും ആദ്യമേ പുറത്തെടുക്കുന്നവർ ഫ്രെയിമിൽ പെർഫോമൻസിൽ തളരുമ്പോഴാണ് മറ്റു ചിലർ ആലോചിച്ചുറപ്പിച്ച് ഷോ തൂക്കുന്നത്. സത്യത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നൂറയെക്കുറിച്ചാണ്. തുടക്കത്തിൽ നൂറ സംസാരിക്കാതെ ആദിലയുടെ നിഴലായി നിൽക്കുകയാണെന്നുള്ള പരാതിയായിരുന്നു പൊതുവെ. നൂറ അധികം സംസാരിക്കാത്ത ആളാണോ എന്ന് അവതാരകനായ മോഹൻലാൽ ഉൾപ്പെടെ ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് അങ്ങോട്ട് നൂറ ഫയറാകുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. എതിരാളിയോട് കത്തിക്കയറി പോരടിക്കുന്ന നൂറ വളരെ പെട്ടെന്ന് തന്നെ ബിഗ് ബോസിൽ തൻ്റെ സ്മാർട്ട്നെസ് തെളിയിച്ചു. മികച്ച ഗെയിം തന്ത്രങ്ങളാണ് നൂറ പയറ്റുന്നതെന്ന് ഇപ്പോൾ ആരാധകർക്ക് ബോധ്യപ്പെടുകയാണ്. ഏറ്റവും ഒടുവിൽ ഹൗസിൽ നടക്കുന്ന നൂദില കമ്പനി ടാസ്കിലെ നൂറയുടെ പ്രകടനത്തെ ആരാധകർ വളരെ പ്രശംസിക്കുകയാണ്. ബുദ്ധിമതിയായ ഗെയിമർ തന്നെയാണ് നൂറ. അക്ബറിന് 2 കോയിൻ കൊടുക്കാതെ 1 കോയിൻ കൊടുത്ത് അഭിലാഷിന് 2 കോയിൻ കൂടി കൊടുത്തു. ഇനി 3-ാം ദിവസത്തെ ടാസ്കിൽ 3 ബ്ലാക്ക് കോയിൻ ആയിരിക്കണം കിട്ടുന്നത്. അതിലെ പ്രധാന ഇടങ്ങളിലേറെയായി അക്ബറിനെ സംബന്ധിച്ച് ഇപ്പോൾ 1 കോയിൻ ലഭിച്ചിരിക്കുകയാണ്. ഇനി നൂറയെ വെറുപ്പിച്ചാൽ 2 കോയിൻ കൂടെ തനിക്ക് നൂറ തന്ന് എവിക്ഷനിലേക്ക് പോകുമോ എന്ന പേടി കാരണം അക്ബറിനെ നൂറ പൂട്ടിയിട്ടുണ്ട്. കത്തി നിന്ന അപ്പാനി പോയപ്പോൾ തനിക്ക് വെളിയിൽ നെഗറ്റീവാണോ എന്നുള്ള പേടി അക്ബറിൻ്റെ ഉള്ളിൽ തന്നെയുണ്ട്. അഭിലാഷിനെ സംബന്ധിച്ചാണെങ്കിൽ നിലവിൽ 2 കറുപ്പ് കോയിൻ ലഭിച്ച ആളാണ്. ഇനി അടുത്ത ദിവസങ്ങളിലെ കോയിൻ വാങ്ങാതെ നോക്കുകയും ആ കോയിനുകൾ ബാക്കി ആരുടെയെങ്കിലും തലയിൽ അടിക്കാനുള്ള കളികൾ നടത്തുകയും ചെയ്യണം. അത് പിന്നെ ഉറപ്പല്ലേ. അതല്ലേ ഗെയിമർ ലോകത്തെ തന്ത്രശാലി ചെയ്യാറ്. ബുദ്ധിമാനായ അക്ബർ ആ കെണിയിൽ വീഴില്ല എന്ന് അറിയാവുന്ന അഭിലാഷ് ഒന്നുകിൽ മസ്താനിയെ കരുവാക്കും. അവനെ പിരികേറ്റിവിട്ടാൽ ലക്ഷ്യം ഫലം കാണും. ഇനി മറ്റൊന്ന്, സേഫ് ഗെയിം കളിക്കുന്ന ഒനിയൽ നൂറയെ വെറുപ്പിക്കാൻ ചാൻസ് വളരെ കുറവാണ്. ഇത് അക്ബറിന് നന്നായി അറിയാം. അക്ബറും നൂറയുടെ പക്ഷത്തേക്ക് ചാടുമ്പോൾ കെണിയിലാകാതെ ഇരിക്കാൻ ഒനിയിലെയും നൂറയുടെ മുന്നിൽ അടിയറവ് പറയേണ്ടി വരും. പിന്നെ മസ്താനി, ലക്ഷ്മി. അക്ബർ എതിരെ ഉണ്ടെങ്കിൽ ഒരു പരിപാടിയും നടക്കില്ല എന്ന് രണ്ടുപേർക്ക് മനസ്സിലാകും. ഇവരെല്ലാം കൊണ്ട് 2-ാം ദിവസം സംഭവിച്ച കേടുപാടുകൾ നൂറ 3-ാം ദിവസം തീർത്ത് ടാസ്ക് പൂർത്തിയാക്കും. എൻ്റെ വിശകലനത്തിന് പ്രചോദനമായത് വൺ ഇന്ത്യയുടെ രാഖിയുടെ മനോഹരമായ കുറിപ്പാണ്. താങ്ക്സ് രാഖി.